ഇനി ശബരിമലയിലേക്ക് പോയാൽ അവിടെ സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലൂടെ ആരൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം സ്വർണം കൈമാറി എന്നായിരുന്നു ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ നൽകിയ മൊഴി. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾക്ക് പിന്നാലെ തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടു പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുമായി തെളിവെടുപ്പിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്? ആരൊക്കെ ഇയാൾക്ക് കൂട്ടുനിന്നിട്ടുണ്ട്? ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പ് നടന്നത് എന്ന കാര്യത്തിലൊക്കെ ചെറിയതായെങ്കിലും ഒരു വ്യക്തത വന്നോ? അമൃത, സൈഫു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നു, വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു, ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പിന്നാലെ തെളിവെടുപ്പ്. അതിനിടയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബംഗളൂരുവിലും അതുപോലെ തന്നെ കർണാടകയിലെ ബെല്ലാരിയിലും നടത്തിയ തെളിവെടുപ്പിലാണ്. തെളിവെടുപ്പിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. തനിക്ക് കിട്ടിയ സ്വർണം ഏതാണ്ട് 476 ഗ്രാം സ്വർണം അത് ബെല്ലാരിയിലെ ഒരു സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റു എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സാധൂകരിക്കുന്ന ചില തെളിവുകളും SIT ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിയെ കാണുകയും അയാളിൽ നിന്ന് ഈ പറയുന്ന സ്വർണ്ണ വ്യാപാരി അക്കാര്യം സ്ഥിരീകരിക്കുകയും താൻ സ്വർണം വാങ്ങിയിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് താൻ സ്വർണം വാങ്ങിയിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ SITക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. കാരണം ഈ വിറ്റ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തൊണ്ടി മുതലടക്കം SITക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതോടുകൂടി അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയും. അങ്ങനെ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അത് സ്വർണം മോഷ്ടിച്ചതാണെന്നും അത് വിറ്റുവെന്നും തനിക്കത് കിട്ടിയ താനത് പിന്നീട് കാശിന് വിറ്റുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിറ്റ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സ്വർണം മോഷ്ടിച്ച ആ മോഷണ വസ്തു തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് ഉടൻ തന്നെ കണ്ടെത്തുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബംഗളൂരുവിലും ഹൈദരാബാദിലും ഇപ്പോൾ ഈ പറയുന്ന ബെല്ലാരിയിലും അടക്കമുള്ള തെളിവെടുപ്പുകൾ നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവെടുപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനിടയിലാണ് ഈ പറയുന്ന ഈ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർണായക വിവരങ്ങൾ SITക്ക് ലഭിക്കുകയും ചെയ്തത്. മുരാരി ബാബു ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഇപ്പോഴും 2019 ഒക്കെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ കുരുക്കുന്ന മൊഴിയാണ് ഈ പറയുന്ന മുരാരി ബാബു SITക്ക് നൽകിയിട്ടുള്ളത്. താനൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് ചില കാര്യങ്ങൾ കൊടുത്താൽ അതൊന്നും പെട്ടെന്ന് തീരുമാനങ്ങളായി മാറില്ല. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൂടി ഒത്താശ വേണം. അങ്ങനെ മുരാരി ബാബു മൊഴി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭരണസമിതിയിലേക്കുമാണ്. അങ്ങനെയെങ്കിൽ 2019 മുതലുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഈ പറയുന്ന PS പ്രശാന്തിന്റെ പേരായാലും അതുപോലെ പത്മകുമാറിന്റെ പേരായാലും N വാസുവിന്റെ പേരായാലും ഒക്കെ ഈ പറയാതെ N വാസു പറയുന്നുണ്ട്, ഈ പറയുന്ന മുരാരി ബാബു പറയുന്നുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ SITയുടെ അന്വേഷണം പോകും. വരും ദിവസങ്ങളിൽ N വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ ഒരുപക്ഷെ SIT ചോദ്യം ചെയ്തേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും SITക്ക് ഇപ്പോൾ തന്നെ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അടക്കം ചോദ്യം ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയിലേക്കും SITയുടെ അന്വേഷണം പോവുകയും ചെയ്യും. ഒരുപക്ഷെ ഈ പറയുന്ന ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 2 പ്രതികൾ മുരാരി ബാബു അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പടക്കം നടത്താനുള്ള ആലോചനയും SITക്ക് മുമ്പിലുണ്ട്. സൈഫു, അമൃത. ശരി, ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിന്റെ പുരോഗതിയിൽ ഏറ്റവും നിർണായകമായ ഒരു കാഴ്ച എന്തായിരിക്കും? ഈ പൊന്ന്, ഈ തൊണ്ടി മുതൽ ഇത് ഏത് രൂപത്തിലായിരിക്കും പൊക്കിയിട്ടുണ്ടാവുക നമുക്കറിയാലോ. ഇത് കണ്ടെടുക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കുന്ന നിമിഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായിരിക്കും അല്ലേ?